ഹലോ. അപ്പൊ ഇന്നൊന്ന് അമ്പലത്തിൽ പോവാന്ന് കരുതിട്ടോ. വേറൊന്നല്ല കുറച്ചായി പറയുന്നു അമ്പലത്തിലൊക്കെ പോകണമെന്ന്. അപ്പൊ ഇന്നൊരു അവസരം കിട്ടിയപ്പോ നേരെ വിട്ടതാണ്. വേറൊന്നല്ല ഇന്ന് നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗെദർ ആണ്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളുടെ വല്യമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ ഇവിടെ ചോട്ടകളൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പൊ കിച്ചണിലേക്ക് ചെന്നപ്പോ നല്ല അടിപൊളി സ്മെല്ല്. നല്ല ചിക്കൻ ബിരിയാണി കേട്ടോ വല്യമ്മ ഇന്ന് നമുക്ക് നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് വല്യമ്മമാരും അമ്മയൊക്കെ ഇരുന്ന് അടുക്കളയിൽ ഇരുന്ന് കഥ പറയണം. അപ്പൊ ഓരോ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി കയറിയതാണ് ഞാൻ അടുക്കളയിലേക്ക്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടിട്ടോ. അപ്പൊ എപ്പോ ചെന്നാലും വല്യമ്മ നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. വല്യമ്മ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കേട്ടോ. പറയാതിരിക്കാൻ പറ്റൂല. അങ്ങനെ നമ്മുടെ ഫാമിലി ആയിട്ട് ഇരുന്ന് കുറെ ഫോട്ടോസ് എടുത്ത് ഈ ഫാമിലിയുള്ള മൊമെന്റ്സ് ഒക്കെ അടിപൊളിയാട്ടോ. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ഗെയിംസ് ഒക്കെ കളിച്ച് ചിരിച്ച് കളിച്ച് മുമ്പ് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൊത്തം ഫാമിലി ആയിട്ട് ഇങ്ങനെ കൂടാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷം ഒന്നും പിന്നെ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞങ്ങളൊന്ന് സെറ്റ് ആയത്. അപ്പൊ നമ്മുടെ ചിന്നുനും പറഞ്ഞിട്ടൊന്നും വരാൻ പറ്റില്ല. അപ്പൊ ഓരോ വീഡിയോ കോളൊക്കെ ചെയ്ത് എല്ലാവരും കഥ പറയാട്ടോ. അങ്ങനെ വിഷുവിന് ബാക്കി വന്ന കുറച്ച് പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് തീർന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പിന്റെ വിളി വന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. നേരത്തെ നമ്മൾ കണ്ട നല്ല ചൂടൻ ബിരിയാണി ഉണ്ടല്ലോ. അതെടുത്ത് വല്യമ്മ നേരെ ടേബിളിൽ കൊണ്ടുവച്ച് ഞങ്ങളെല്ലാവരും പതിയെ കഴിച്ച് തുടങ്ങിയിട്ട് ഏട്ടനാണ് നല്ല അടിയാണ് അടിച്ച് കയറ്റുന്നത്. വേറെ ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കുന്ന കാര്യമല്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഈ ഐറ്റത്തിന്. അതിൽ നല്ല ചിക്കൻ പീസൊക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് ആ നല്ല ചൂട് റൈസിലൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു പിടി പിടിക്കാനുണ്ട്. നല്ല പൊളിജാതി ടേസ്റ്റ് ആട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അങ്ങനെ വല്യമ്മ നമുക്ക് എല്ലാവർക്കും വിളമ്പി തന്ന് മാമനും ഞാനും ഏട്ടനും വല്യച്ഛനും കൂടിയാണ് ആദ്യം ട്രിപ്പ് ഇരുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത ആൾക്കാർ വരും. അങ്ങനെ അവർ കഴിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനെ പറ്റിയിട്ട് അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലാ ഫാമിലിയിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ട്ടോ. അപ്പൊ ഇത് എന്റെ ഫാമിലിയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞു വ്ലോഗ് ആട്ടോ ഇത്. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ കൂടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.